നമസ്കാരം. യൂണിവേഴ്സിറ്റി ബിരുദമില്ലാത്തവരും 60 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരുമായ പ്രവാസി തൊഴിലാളികളുടെ തൊഴിൽ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി കുവൈറ്റ് ഭരണകൂടം. പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിയായ ആക്ടിംഗ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. 60 കഴിഞ്ഞ പ്രവാസികൾക്ക് വർക്ക് പെർമിറ്റുകൾ പുതുക്കുന്നതിന് ഉയർന്ന ഫീസ് ഈടാക്കുകയും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുകയും ചെയ്യുന്ന വിവാദ നയം ഭരണകൂടം റദ്ദാക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ കുവൈറ്റിലെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ ഡിസിഷൻ നമ്പർ 294/2023 പ്രകാരമാണ് അവതരിപ്പിച്ച നയങ്ങളിൽ ഇക്കാര്യങ്ങൾ പരിഷ്കരിച്ചതായി പറയുന്നത്. ഇതുപ്രകാരം 60 വയസ്സ് കഴിഞ്ഞവരും സർവകലാശാല ബിരുദമില്ലാത്തവരുമായ പ്രവാസികൾക്ക് വിസ പുതുക്കാൻ 250 കുവൈറ്റ് ദിനാർ വാർഷിക ഫീസ് ഏർപ്പെടുത്തുകയും ആരോഗ്യ ഇൻഷുറൻസ് പോളിസി നിർബന്ധമാക്കുകയും ചെയ്തിരുന്നു. ഇത് രണ്ടിനും കൂടി പ്രതിവർഷം 900 ദിനാർ വരെയായിരുന്നു വിസ പുതുക്കാൻ പ്രവാസികൾക്ക് ചിലവായിരുന്നത്. ഏറെക്കാലം 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് വിസ പുതുക്കി നൽകുന്നത് നിർത്തിവെച്ച ശേഷമായിരുന്നു ഫീസ് ഈടാക്കി അത് തുടരാൻ അധികൃതർ തീരുമാനിച്ചത്. ഇതുപ്രകാരം ആയിരക്കണക്കിന് പ്രവാസി തൊഴിലാളികളാണ് കുവൈറ്റ് വിട്ടത്. പതിറ്റാണ്ടുകളിലെ പാരമ്പര്യമുള്ളവരും തൊഴിൽ നൈപുണ്യമുള്ളവരുമായ പ്രവാസി വയോജനങ്ങൾക്ക് വിസ പുതുക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കമ്പോളത്തിൽ വിദഗ്ധ തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ കുറവ് സൃഷ്ടിക്കുകയും അത് ബിസിനസ് രംഗത്ത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. എന്നാൽ വിസ പുതുക്കുന്നതിനുള്ള ഫീസുകൾ റദ്ദാക്കാനുള്ള തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി കുവൈറ്റ് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകാൻ പോകുന്നത്.